CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്തകളാണ്. നമുക്കറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വർഷം തോൽക്കാതെ രക്ഷപ്പെട്ട ഏക മത്സരം FC ഗോവയ്ക്കെതിരായ ഹോം മത്സരമായിരുന്നു. 2 ഗോളുകൾ വഴങ്ങിയതിനു ശേഷം കൊച്ചിയിൽ 4 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് 3 പോയിന്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് വലിയൊരു തലവേദന സൃഷ്ടിച്ച ഒരു താരമായിരുന്നു FC ഗോവയുടെ മൊറോക്കൻ താരമായ നോഹ സദോയ് എന്ന സൂപ്പർ താരം. FC ഗോവയ്ക്ക് വേണ്ടിയിട്ട് നിലവിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന ഈ ഒരു സൂപ്പർ താരം എതിർ ടീമിന്റെ ഡിഫൻസിന് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന ഒരു കളിക്കാരൻ കൂടിയാണ്. ഏതായാലും ഈ ഒരു സീസണിൽ 15 മത്സരങ്ങളിൽ നിന്നും 5 ഗോളുകളും 2 അസിസ്റ്റും ഈ ഒരു സൂപ്പർ താരം FC ഗോവയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു താരത്തിന്റെ കരാർ ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി FC ഗോവയുമായി അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ താരത്തെ നിലവിൽ സ്വന്തമാക്കാനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC ശ്രമിക്കുന്നു എന്ന തരത്തിലൊരു റിപ്പോർട്ട് ഇപ്പോൾ 19 സ്റ്റോപ്പ് പേജ് എന്ന ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 വർഷത്തെ കരാറിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിച്ചേക്കുക. ഏതായാലും നിലവിൽ ഈ ഒരു മൊറോക്കൻ താരത്തെ സ്വന്തമാക്കുന്നതിനെ സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FC ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2026 വരെയുള്ള അഥവാ 2 വർഷത്തേക്കുള്ള കരാറിലാണ് ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC താരത്തെ സ്വന്തമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതേസമയം ഈ ഒരു ISL സീസൺ കഴിയുന്നതോടുകൂടി FC ഗോവയുമായുള്ള താരത്തിന്റെ കരാർ കഴിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തിന് വേണ്ടിയുള്ള ഒരുപാട് ട്രാൻസ്ഫർ നീക്കങ്ങളും നടക്കുന്നതാണ്. ഏതായാലും എന്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു നോഹ എന്ന സൂപ്പർ താരത്തിനെ സ്വന്തമാക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് അടുത്ത സീസണിലേക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ട് തന്നെ ആയിരിക്കുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കൂടാതെ ഇത്തരത്തിലൊരു ട്രാൻസ്ഫർ റിപ്പോർട്ട് പുറത്തേക്ക് വന്നതോടുകൂടി കുറെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സംശയമുണ്ട്, ലൂണക്ക് പകരക്കാരനായിട്ടാണോ നോഹയെ ടീമിലേക്ക് എത്തിക്കുന്നത് എന്ന്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അശ്വതി എന്നൊരു എക്സ് ഹാൻഡിൽ. അതിൽ പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, ലൂണക്ക് പകരക്കാരനായിട്ടല്ല നോഹയെ ടീമിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടോട് കൂടി നമുക്ക് ഉറപ്പിക്കാം ലൂണക്ക് പകരക്കാരനായിട്ടല്ല നോഹ വരുന്നത് എന്നുള്ളത്. ഏതായാലും വിങ്ങറായും കൂടാതെ തന്നെ മികച്ച സ്ട്രൈക്കറായൊക്കെ കളിക്കാൻ കെൽപ്പുള്ള ഒരു താരം കൂടിയാണ് നോഹ എന്ന് പറയുന്ന സൂപ്പർ താരം. അതുകൊണ്ട് തന്നെ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന മാർച്ച് 30-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു എവേ മത്സരമുണ്ട്. ആ ഒരു മത്സരം ജംഷഡ്പൂരിനെതിരായിട്ടാണ് വരുന്നത്. നമുക്കറിയാം, ഇന്നലെയായിരുന്നു മുംബൈ സിറ്റി FCയുടെയും ജംഷഡ്പൂർ FCയുടെയും മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ ജംഷഡ്പൂർ FCയുടെ മുഖ്യ താരമായ ചീമക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്കെതിരായ അടുത്ത മത്സരം ചീമക്ക് നഷ്ടപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ ചീമക്ക് പുറമെ പ്രവന്ത് ലക്ര എന്ന സൂപ്പർ താരവും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ ഇറങ്ങില്ല. കാരണം താരത്തിന് ഇന്നലെ ഒരു യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടി താരം ഈ ഒരു സീസണിൽ വാങ്ങിക്കൂട്ടിയ യെല്ലോ കാർഡുകളുടെ എണ്ണം 4 എണ്ണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരായ അടുത്ത മത്സരം താരത്തിന് സസ്പെൻഷൻ മൂലം കളിക്കാൻ സാധിക്കുകയില്ല. ഏതായാലും ചീമക്ക് സസ്പെൻഷൻ കിട്ടിയതോട് മൂലം ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു മത്സരം വളരെയധികം അനുകൂലമെന്നായിരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ചീമ എന്ന സൂപ്പർ താരം ഉണ്ടെങ്കിൽ ഡിഫൻസിനെ വളരെയധികം തലവേദന പിടിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അടുത്ത മത്സരം ഈ വരുന്ന മാർച്ച് 13-ാം തീയതി രാത്രി 7:30 കൊച്ചിയിൽ വെച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരായിട്ടാണ്. ഇനി വരുന്ന എല്ലാ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചാൽ മാത്രമാണ് അവർക്ക് ഷീൽഡ് കപ്പ് നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ടാസ്ക് നിറഞ്ഞ കാര്യം തന്നെയാണ്. ഷീൽഡ് കപ്പിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.